Hello. Hello. And Merry Christmas. അപ്പോൾ മെറി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ക്രിസ്മസ് ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. This is the trivia. This is the lion. Who took it? And the teacher is coconut made a symbol. I don't sorry. അപ്പോൾ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന്റെ ഗിഫ്റ്റ് ഒക്കെ അതാ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ചായ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് മിസ്റ്റർ ആരോമൽ പറയാനുള്ളത്? ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, അതാണ് പറയാൻ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ചുമ്മാ ഫുഡ് അടിക്കുക, ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുക. ഗിഫ്റ്റ് പിള്ളേർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓപ്പൺ ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർനൂൺ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു മൂവി കാണും, അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ വീട്ടിൽ തന്നെയാണ്, പുറത്ത് പോകുന്നില്ല ഫുള്ളായിട്ട്. ഏതാണ്ട് ക്രിസ്മസിന് ഇവിടെ കംപ്ലീറ്റ് അടപ്പാണ്, അധികം ഒന്നും തുറക്കില്ല. കടകളെല്ലാം ഗ്രോസറി സ്റ്റോർ അടക്കം, റെസ്റ്റോറന്റ് അടക്കം എല്ലാം അടപ്പായിരിക്കും. മീൻസ് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഓപ്പൺ ഉണ്ടാവുള്ളൂ. ഫാസ്റ്റ് ഫുഡ്സ് പോലെ കുറച്ചെണ്ണം ഉണ്ടാവും. ബാക്കി മെജോറിറ്റി എല്ലാം അടച്ചിരിക്കുകയായിരിക്കും. ഈ ക്രിസ്മസിനും താങ്ക്സ് ഗിവിംഗിനും 2 ദിവസമാണ് ഫുൾ US മൊത്തം അടച്ചിരിക്കുകയായിരിക്കും. മെജോറിറ്റി ചെയിൻ മക്ഡൊണാൾഡ്സ് പോലുള്ള ഇതുവരെ ഫുൾ അടച്ചിരിക്കുകയായിരിക്കും. അതെ, അതുപോലെ ഇന്നലെ ആണെങ്കിൽ കടയിൽ പോയ ഒടുക്കത്തെ തിരക്കായിരുന്നു. ക്രിസ്മസ് ഈവ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മറ്റേ സാധനം വാങ്ങാനൊക്കെ ആയിട്ടായാലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഞങ്ങൾ എങ്ങനെയാണ് ഡേ മൂവ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ അല്ല, വരൂ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫുഡ് ബദു? ടോസ്റ്റ്, പീനട്ട് ബട്ടർ, സോസേജ്, ഇതൊക്കെയാണ് ഇവിടെ ഫേവറേറ്റ് സാധനങ്ങൾ. എന്താണ് നമ്മുടെ ഫുഡ്? നല്ല ബ്രെഡും സ്റ്റൂ, എഗ് സ്റ്റൂ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാ വർഷവും ചെയ്യുന്നതാണ് നമ്മൾ. അതുപോലെ ഗിഫ്റ്റൊക്കെ പിന്നെ ഇനി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു 10:30 വരെയൊക്കെ അവർ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് തന്നെ ഞാനൊരു ലെറ്റർ പോലെ ഒരു ഗ്രീറ്റിങ്സും ഒരു ലെറ്ററും വെക്കും. അപ്പോൾ അതൊക്കെ വായിച്ചു. ഇത് ഞങ്ങൾക്ക് അവർ തന്ന ഗിഫ്റ്റാണ്. You are great parents. I love you and I love you from Badrinath. Let's open Badkuti and Shanikuti. There's like take it side because you have some cuties at ഓ അതാണ് ആ പിങ്ക് എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. Dream come true. എല്ലാ വർഷവും ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പറയുന്ന സെയിം ഡയലോഗാണ് ഈ ഡ്രീം കം ട്രൂന്ന്. അവർ ഒരു വർഷം വെയിറ്റ് ചെയ്ത് കിട്ടുന്ന ഗിഫ്റ്റുകളാണത്. അപ്പോൾ ചോദിക്കും, ഒരു ഒക്ടോബർ തൊട്ട് തുടങ്ങും ഗിഫ്റ്റിനായിട്ട്. അപ്പം പിന്നെ നോക്കി വാങ്ങിക്കുന്നതാണ്. എന്താ ഒരു കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് തുറന്ന് നോക്കട്ടെ. But this one was fine. But you said this one was for the family. ചിലപ്പോ ഫാമിലിക്കല്ലേ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാവൂടാ. നോക്കട്ടെ. എന്തോ മമ്മാണ് തോന്നുന്നു. ആപ്പിൾ. അയ്യോ, ആപ്പിള്, പേര്, അതെന്താ സാധനം? ചോക്ലേറ്റ് ആയിരിക്കും. മെൽറ്റ് ആയിപ്പോയ. അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതൊക്കെയായിരുന്നു. Rice, mutton pie, beef pie, spinach, baked spinach, sweet and spicy potato,
Plum cake, chairs or Cheese. Sweet. sweet, chalky, Juice. juice, and pear, apple. And അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ക്രിസ്മസിന്. ഹൗ ഡു യു ഫീൽ ബദു? yum. Yeah. ഏതാ ഇഷ്ടം? Rice. Sweet potato. ഷാനിക്ക് അതാ ഇഷ്ടപ്പെട്ടു. ഷാനി സ്വീറ്റ് പൊട്ടാറ്റോ ഇഷ്ടപ്പെട്ടോ? And nano. ഞാനല്ല, ആപ്പം. Rice. ഓക്കെ. Apple and rice. ആ And don't forget the cucumber. കുക്കുംബർ. ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ശരി, ഓക്കെ, അപ്പം കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഡിഷ് വാഷർ അൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ബദ്ദുവാണ് അതിൻ്റെ ഇൻചാർജ്. അപ്പോൾ അവൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. Mr. Trolley, he was very frustrated. He wanted Santa did not come because അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു ക്ഷീണമായി. അപ്പോൾ നമ്മൾ നാലാളും കൂടി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചുമ്മാ കിടക്കുകയാണ്. remember my name is Ubaba Potato. Let's not forget that. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയാണ് ഈ വർഷം. അപ്പോൾ ആരു രണ്ട് വാക്ക് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അതെ, Merry Christmas. Merry Ubaba Potatoes. ആരുവിന് എന്താണ് ക്രിസ്മസിന്റെ ഓർമ്മകൾ പറയൂ? പണ്ട് പ്രത്യേകിച്ച് ഓർമ്മകൾ. Last year I got ഗിഫ്റ്റ് കിട്ടിയതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? we celebrated Christmas in what was it called? California? No, Las Vegas. ലാസ് വേഗാസ്. ആ ശരിയാ, ലാസ് വേഗാസിലായിരുന്നു അല്ലേ നാളെ. അപ്പം എനിക്ക് ക്രിസ്മസിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, നമ്മള് ഒരു മാസം മുമ്പ് തന്നെ സ്റ്റാർ തൂക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ ഇന്ത്യയില് അമ്മ ചൈൽഡ് ആയിരുന്ന സമയത്ത് സ്റ്റാർ തൂക്കുക, പുൽക്കൂട് ഉണ്ടാക്കുക, അതെ, അതൊക്കെയാണ് അവിടുത്തെ സെലിബ്രേഷൻ. അതെ. Toys? ടോയ്സ് ഞാൻ പറയട്ടെ, അതായത് നമുക്ക് അതായിരുന്നു. പക്ഷെ പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റാർ തൂക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ വെക്കേഷൻ. പിന്നെ ഞങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് അവിടെ ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആരും ഉണ്ടോ? അമ്മയ്ക്കും ഗിഫ്റ്റ് കിട്ടും, അമ്മ വേറൊരാൾക്കും കൊടുക്കും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലോട്ട് പോലെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഒരു ഇതിന്ന് കുറേ പേരുടെ പേരിൽ നമ്മൾ ഓരോരുത്തരിനെ സെലക്ട് ചെയ്യും. അപ്പോൾ അമ്മയ്ക്കൊരു ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ടിൽ അമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. വേറെ ഏതെങ്കിലും കുട്ടികൾക്കായിരിക്കും അമ്മയെ കിട്ടിയത്. അപ്പോൾ അവർ അമ്മയ്ക്കും വാങ്ങിച്ചു തരും. അങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ ആരും എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതുപോലെ ചെറുപ്പത്തിൽ? അതെ, പ്ലം കേക്ക് എപ്പോഴും ഉള്ളതാട്ടോ. പ്ലം കേക്ക് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അപ്പം എനിക്ക് പ്ലം കേക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അതെ, ഇപ്പൊ അത് ഇവിടെ അധികം ഇവർക്ക് രണ്ടുപേർക്ക് ഞാനാണ് ഉണ്ടാക്കാറ് കേട്ടോ കേക്ക്. അതെ അതെ അതെ, ഇവിടുത്തെ കടകളിൽ കിട്ടാറുമില്ല. അപ്പം ഞാനാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പൊ എന്റെ പ്ലം കേക്കാണ് വരേണ്ടത് ഇഷ്ടം. ബത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആയി. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസും കുറേ മാറി. അപ്പോൾ ഇവിടുത്തെ മെയിൻ സെലിബ്രേഷനാണ് ഈ പറയുന്ന പോലെ താങ്ക്സ് ഗിവിങ് ക്രിസ്മസും. അപ്പോൾ ഇവർക്ക് ക്രിസ്മസ് കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബർത്ത്ഡേ പിന്നെ ഈ ബർത്ത്ഡേ അടുത്ത ബർത്ത്ഡേക്ക് എന്ത് ചെയ്യണമെന്ന് ഈ ബർത്ത്ഡേ സമയത്ത് തന്നെ ആലോചിക്കുന്ന ആൾക്കാരാണ്. ഷാനി മിണ്ടാതിരിക്കടി. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് മാറ്റങ്ങൾ? അപ്പോൾ ഇപ്പം നമ്മളുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്റ്റാർ തൂക്കിയ പോലെയാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം മുമ്പ് ട്രീ ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ ലൈറ്റ്സ് ഇടും. പിന്നെന്താ ചെയ്യുക? അതെ, ലൈറ്റ്സ് ഇടും. പിന്നെ ഒരു 10 ദിവസം മുമ്പ് ഏതാണ്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കും.
പിന്നെ ഈ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് ജിഞ്ചർ ബ്രെഡ് മാൻ ഉണ്ടാക്കും. അതിൻ്റെ ഡെക്കറേഷനും പരിപാടികളും അതാണ് ഇവർക്കൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുക. അപ്പോൾ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത് എപ്പോഴെങ്കിലും ആയിട്ട് അത് നല്ല കുക്കിയുമാണ്, ഇവർക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാറാണ് പതിവ്. ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ വെക്കേഷനിലായിരിക്കും. അങ്ങനെയൊക്കെ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? ലാസ്റ്റ് 2-3 കൊല്ലം അടുപ്പിച്ച് ക്രിസ്മസ് ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ലാസ്റ്റ് ഇയർ വന്നപ്പോഴേ പറഞ്ഞു അടുത്ത ക്രിസ്മസിന് നമ്മൾ വീട്ടിലിരുന്നാൽ മതി എന്ന്. അതുകൊണ്ട് I was thinking about bathing after swimming class. Last swimming class. ശരി. I mean, a few swimming classes before when I was in beginner's level actually. Okay, sir. അപ്പോൾ ഇപ്രാവശ്യം എന്നാൽ എങ്ങോട്ടും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ് പിന്നെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് സാന്റ വന്ന് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളൊരു പരിപാടിയാണ് അല്ലേ? അതിനെക്കുറിച്ച് പറയുമാരും. അതാണ് ഇവിടെ സാന്റ ഗിഫ്റ്റ് കൊടുത്തില്ല എങ്കിൽ അതാണ് ഇവിടുത്തെ മെയിൻ. അത് വളരെ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് സാന്റ അല്ല അച്ഛനും അമ്മയാണ് സാന്റ എന്നുള്ളത് മനസ്സിലാക്കിയത് 2 വർഷം മുമ്പാണ്. അതിന് മുമ്പ് വരെ സാന്റ വന്ന് എന്താ പറയുക, എന്തായിരുന്നു, ഫയർ പ്ലേസിൽ കൂടെ വന്നിരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, വിഷ് എഴുതുന്നു, അങ്ങനെയൊക്കെ ലെറ്റർ അയക്കുന്നു ആയിരുന്നു. അത് ഇവര് മാത്രമല്ല, ഇവിടുത്തെ ഈ രാജ്യത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് വെച്ച് പാരന്റ്സ് പറഞ്ഞ് ഇതാക്കാറുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ നല്ല കുട്ടിയായാലേ സാന്റ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിനക്ക് വിഷ് മീൻസ് ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കുട്ടി ആയിക്കോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു പരിപാടിയും കേട്ടിട്ടുണ്ട്. So it's lucky that we figured out. ഇപ്പൊ ലൈക്ക് നല്ല കുട്ടിയായിരുന്നല്ലേ അച്ഛനും അമ്മയും ഗിഫ്റ്റ് വാങ്ങിച്ചു അത്രേ ഉള്ളൂ. അതെ, ഓക്കെ. ഇപ്പൊ ഇവരുടെ വിഷ് ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെ നോക്കും, അത്രേ. പിന്നെ എന്തായിരുന്നു, പിന്നെ അത് മറ്റേ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ കടകളിൽ പോയാൽ നിറയെ ഗിഫ്റ്റ് സെറ്റാണ്, ഒരു രക്ഷയില്ലാത്ത. എന്താ പറയുക, ബ്രാൻഡിൻ്റെ ആയാലും അല്ലാതെ ആയാലും ഒക്കെ കുറേ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് സെറ്റ് കാണാം. പിന്നെന്താണ്, ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. നമ്മൾ കാണിച്ചു, ഓൾറെഡി നമ്മൾ കാണിച്ചതാണ്. അങ്ങനെ നമ്മൾ പിള്ളേരുടെ ആക്ടിവിറ്റിയിലോട്ട് പോയി. ഇതിപ്പോൾ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, പക്ഷെ അത് ചീറ്റിപ്പോയി. ജിഞ്ചർ ബ്രെഡ് മാനും അതുപോലെ കുറച്ച് സ്റ്റാറൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അവർ. ഹൗസ് ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. I invented something. It's called the J'more. J'more. It's a gingerbread version of a s'more. Very nice. 1, 2, and that's all. Yep. സമയം 5:40. വെളിയിൽ കണ്ടോ നല്ല ഇരുട്ടാണ്, പുറത്ത് നല്ല തണുപ്പായിരിക്കും. നോക്കാം. അപ്പോൾ പുറത്തൊക്കെ കുറേ പേര് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ ആ വീട്ടുകാർ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു റൂഫിലൊക്കെ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ചായ വെക്കണം. അപ്പോൾ ആരാ ചായ വയ്ക്കുന്നത്? ഇന്നത്തെ ചായ ഉണ്ടാക്കുന്നത് ഞാനാണ്. അതെ. ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന അറിയാത്തവർക്ക് ചായ റെസിപ്പി. 2 ഗ്ലാസ് ചായ വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റവ് ഓണാക്കുന്നു. അതെ, സ്റ്റവ് ഓണാക്കുന്നു. പറയൂ, ബാക്കി സ്റ്റെപ്പ് പറയൂ. 1 ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം വേറെ പാല് വേറെയാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ്സിനേക്കാളും കുറച്ച് കൂടുതൽ പാലുകൾ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കട്ടി കുറഞ്ഞ പാലാണ്, അതായത് 2% മിൽക്ക് പറഞ്ഞിട്ട് ഇവിടെ കിട്ടും. 2% പാലിലെ പകുതി ഫാറ്റ് മാറ്റിയ പാലാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം 1 ഗ്ലാസ് വെള്ളത്തിന് കുറച്ച് കൂടുതൽ പാലെടുത്തില്ലെങ്കിൽ കട്ടി ഉണ്ടാവില്ല. എന്നിട്ട് സാധനം ഓഫാക്കി വെക്കട്ടെ. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പാലാദ്യം മൈക്രോവേവ് ചെയ്യും. തണുത്ത പാലിനെ കൊണ്ട് അതിനകത്ത് ഒഴിക്കാതിരിക്കാൻ വേണ്ടിയില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എന്നിട്ട് നമുക്ക്
അത് തുറക്കുമ്പോഴേക്കും ചായപ്പൊടി ഇടാം. ചായപ്പൊടി, പഞ്ചസാര. ദെൻ നമ്മൾ ജിഞ്ചർ ടീ ആണ് കഴിക്കുക. അപ്പോൾ ഇനി ഇഞ്ചിയും കൂടി ഇടണം. ഇഞ്ചിയും കൂടി ഇടണം. അപ്പോൾ ചായ, അപ്പം നമ്മൾ 2 ഗ്ലാസ് ചായക്ക് 2 സ്പൂൺ ചായപ്പൊടി പോരാ. നമ്മുടെ സ്പൂണ് കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഒരു 1/4 സ്പൂണും കൂടെ ചായപ്പൊടി ഇടും. എന്നിട്ട് എന്താ ചെയ്യണേ? പഞ്ചസാര തീർന്നല്ലോ. അതെ, പഞ്ചസാര നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അധികം ഇട്ടാലേ എന്തെങ്കിലും മധുരം ഉണ്ടാവുള്ളൂ. ഒരു കഷ്ടിച്ചൊരു സ്പൂൺ ഇടും. അതെ, സാധാരണ പഞ്ചസാര ആണെങ്കിൽ 1/2 സ്പൂൺ മതി. പക്ഷെ ഇത് ബ്രൗൺ ഷുഗർ ആയത് കൊണ്ട് 1 സ്പൂൺ ഇടില്ല. ഇതിപ്പോ ഞാനാണോ റെസിപ്പി പറയുന്നത്? സോറി സർ, എന്ത് റെസിപ്പി? സോറി. അപ്പൊ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പാല് മൈക്രോവേവിൽ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് അങ്ങ് ഒഴിച്ചാൽ മതി. തിളച്ചു. അപ്പോൾ ഇനിയൊന്നും നോക്കാനില്ല. അങ്ങനെ നമ്മുടെ ചായ ഇതാ തിളച്ച് പൊങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചായ തിളച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചായ അടിക്കുകയാണ്. ചായ വല്ലാത്ത അടിയായിപ്പോയി. ഇങ്ങനെ അടിച്ചാൽ പണി കിട്ടും. അപ്പോൾ നമ്മുടെ ചായ കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ചായ റെഡി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു സോയാ ചങ്ങിൻ്റെ പൊക്കവടയും ഉണ്ടാക്കി തന്നു. അപ്പോൾ അതാണ് ചായൻ്റെ കൂടെ നമ്മൾ കഴിക്കണത്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചായ കുടിച്ചുകൊണ്ട് സിനിമ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസ് മൂവി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടീ ബ്രേക്കിന് വന്നതാണ്, ചായ ഉണ്ടാക്കാനായി വന്നതാണ്. അപ്പോൾ ഇതാ ഗ്രിഞ്ചിൻ്റെ മൂവി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഇതാ രണ്ടാളും കാണുകയാണ്. അപ്പോൾ ക്രിസ്മസ് ദിവസം നമ്മളിങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് ഡേ സെലിബ്രേറ്റ് ചെയ്തതും ഒരു ദിവസം നമ്മളുടെ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി രാത്രിത്തേക്ക് വലിയ കാര്യമായ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്താണ് പിന്നെ ആര് പറയാനുള്ളത്? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. ബൈ ബൈ. നമ്മുടെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്.